ഇന്നും യേശു കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ കറ മായാതെ കിടക്കുന്നുണ്ടെങ്കിലും അതിന്റെ അനന്തരഫലം വലിയൊരു നന്മയായി മാറുകയായിരുന്നു. അങ്ങനെ കാൽവരിയിൽ യേശു ജീവാർപ്പണം ചെയ്ത ദിവസം ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. യേശുവിനെ ക്രൂശിലേറ്റിയ ദിവസം പക്ഷേ നമ്മൾക്ക് ദുഃഖവെള്ളിയാണ്. കുരിശിൽ യേശു സഹിച്ചത് പീഡകളെങ്കിലും അവയുടെയെല്ലാം അനന്തരഫലം മാനവരാശിയുടെ രക്ഷ എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ യേശുവിന്റെ കുരിശുമരണം വലിയൊരു നന്മയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന അർത്ഥത്തിലാണ് ഗുഡ് ഫ്രൈഡേ എന്നും മറ്റും അറിയപ്പെടുന്നത്. അതേസമയം ജർമ്മനിയിൽ സോറോഫുൾ ഫ്രൈഡേ, അതായത് ദുഃഖവെള്ളി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. മലയാളത്തിലും ജർമ്മനിയിലും ദുഃഖവെള്ളിയായി ആചരിക്കാൻ കാരണം യേശുവിന്റെ പീഡാസഹനങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ്. പെസഹ വ്യാഴത്തിന് ശേഷം യേശു യാതനകളും പീഡകളും മനുഷ്യകുലത്തിനു വേണ്ടി സഹിച്ച് മരിച്ച ദിനത്തിന്റെ ഓർമ്മ പുതുക്കാനായാണ് ഇവിടങ്ങളിലെ ക്രൈസ്തവർ ഈ പേരുപയോഗിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഗുഡ് ഫ്രൈഡേ ആയാലും ദുഃഖവെള്ളിയായാലും കുരിശിലൂടെ മാനവ സമൂഹം രക്ഷ പ്രാപിച്ച ദിവസം എന്നാണ് അർത്ഥമാക്കുന്നത്. പാപത്തിനു മേൽ നന്മ വിജയിച്ച ദിവസം എന്നും ഈ ദിനത്തെക്കുറിച്ച് പറയാറുണ്ട്.